ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ ക്രൈസ്തവ വോട്ടുകൾ ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല. ക്രൈസ്തവ വോട്ട് നേടാനുള്ള തന്ത്രങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടിയെന്നാണ് പാർട്ടിക്കുള്ളിലെ വിലയിരുത്തൽ. ക്രൈസ്തവർ BJPയെ കൈവിട്ടു. ആ വോട്ടുകൾ ഉൾപ്പെട്ട ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയത് UDFനും LDFനുമാണ്. തൃശൂരിൽ സുരേഷ് ഗോപി വിരുദ്ധ തരംഗവും തിരിച്ചടിയായി. തദ്ദേശ തെരഞ്ഞെടുപ്പിലും വിജയിക്കുകയാണെങ്കിൽ നിയമസഭയിലും ഇതേ തന്ത്രം പയറ്റാനായിരുന്നു BJPയുടെ അണിയറ നീക്കം. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം കണ്ട് മോഹിച്ച് അതുപോലെ ഉള്ളൊരു വിജയത്തിനായി ക്രൈസ്തവ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള തന്ത്രങ്ങളാണ് BJP തുടക്കത്തിലെ പയറ്റിയത്. ഇതിനായി തൃശ്ശൂരിൽ ഉൾപ്പെടെയുള്ള പള്ളികളുടെ സഹായത്തോടെ പോലും സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തു. പക്ഷേ ഫലം വന്നപ്പോൾ ആ ഡിവിഷനുകളിൽ BJP സ്ഥാനാർത്ഥികൾക്ക് വൻ പരാജയമാണ് ഉണ്ടായത്. പലരും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ക്രൈസ്തവ വോട്ടുകൾ ഏറെക്കുറെ മുഴുവനും UDFിലേക്ക് എത്തുകയും അവരുടെ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്തു. കൃഷ്ണപുരം, മിഷൻ കോട്ടേഴ്സ്, ചേലക്കോട്ടുകര, നെട്ടിശ്ശേരി ഡിവിഷനുകളിലാണ് BJPക്ക് അപ്രതീക്ഷിത തിരിച്ചടി കിട്ടിയത്. ഇവിടങ്ങളിൽ ജയിക്കുമെന്ന് അമിത പ്രതീക്ഷയാണ് പുലർത്തിയിരുന്നത്. തൃശ്ശൂരിലെ MP സുരേഷ് ഗോപിയുടെ പല പ്രവൃത്തികളും പാർട്ടി വോട്ടുകൾ ഉൾപ്പെടെ അകറ്റിയിട്ടുണ്ടെന്ന വിലയിരുത്തലും BJPക്കുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ജനപ്രതിനിധി എന്ന രീതിയിലല്ല, മറിച്ച് മാടമ്പി മനോഭാവത്തോടു കൂടിയാണ് സുരേഷ് ഗോപി പെരുമാറുന്നതെന്ന് തുടക്കം മുതൽ തന്നെ ആരോപണം ഉയർന്നിരുന്നു. അതും പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നാണ് അങ്ങനെയുള്ള ആരോപണങ്ങൾ വരുന്നത്. അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും പാർട്ടിക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണെന്നും കേന്ദ്രമന്ത്രിയെ കോമാളി ലുക്കിലാണ് ജനങ്ങൾ കണക്കാക്കുന്നതെന്നും പലതവണ പ്രവർത്തകർ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. കേന്ദ്ര നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നതുകൊണ്ട് സുരേഷ് ഗോപിയെ പറഞ്ഞു വിലക്കാൻ ജില്ലാ സംസ്ഥാന നേതാക്കൾക്ക് സാധിക്കുന്നതുമില്ല. തലസ്ഥാന കോർപ്പറേഷനിൽ BJPക്ക് നേട്ടമുണ്ടാക്കാനായെങ്കിലും അവിടെയും ക്രൈസ്തവ പരീക്ഷണം അമ്പേ പരാജയപ്പെട്ടു. അതിന് തെളിവാണ് നാലാഞ്ചിറ, പാളയം, പൗണ്ട് കടവ് മേഖലകളിൽ നടത്തിയ പരീക്ഷണം പരാജയപ്പെട്ടത്. അത് മാത്രമല്ല, NDA സ്ഥാനാർത്ഥികൾക്ക് വോട്ടും കുത്തനെ കുറഞ്ഞു. തൃശ്ശൂരിൽ ഉൾപ്പെടെ ചില നേതാക്കൾ പ്രചാരണ രംഗത്ത് കാര്യക്ഷമമായിരുന്നില്ല താനും. ചിലർ പേരിന് വേണ്ടി രംഗത്തിറങ്ങിയെങ്കിലും നേതൃപരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇവർക്കായില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്യുമെന്നതിനെ കുറിച്ചാണ് പാർട്ടി കേന്ദ്രങ്ങളിലെ തിരക്കിട്ട ചർച്ചകൾ. ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും ശരിക്കും രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ പാർട്ടിക്ക് കാര്യമായി നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം പോലും BJPക്ക് ഇല്ല. ഇതിന് കാരണം പാർട്ടി അടിത്തറ ശക്തമല്ലാത്തതാണ് കാരണമെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ തന്നെ ചില BJP കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. രാജീവ് ചന്ദ്രശേഖർ തികഞ്ഞ പരാജയമാണെന്ന വിലയിരുത്തലിലാണ് പ്രവർത്തകർക്കുള്ളത്. രാജീവ് ചന്ദ്രശേഖർ വന്ന് ക്രൈസ്തവരെ കൂടെ നിർത്താൻ PC ജോർജിനെയും മകനെയും അനൂപ് ആന്റണിയെയും ഒക്കെ കൂടെ കൂട്ടി. അതാണ് ഇപ്പോൾ വിനയായത്. അവരെ കണ്ടുകൊണ്ട് ആരെങ്കിലും വോട്ട് ചെയ്യുമോ? അവർ വന്നതോടുകൂടി ഉണ്ടായിരുന്ന ഹൈന്ദവ വോട്ടുകൾ കൂടി നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് വോട്ട് ഷെയർ 20% നിന്ന് 16% കുറഞ്ഞത്. നേരത്തെ 20% ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ ഒറ്റാലിൽ കിടന്നതും പോയി, കിഴക്ക് നിന്ന് വന്നതും പോയി.